ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ, ഇന്നത്തെ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി, ഇതൊക്കെ പറയുമ്പോ വിസ്തംകാർ പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി സന്ദർശിക്കുന്നു, അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഞങ്ങളുടെ സംഘടനാ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഉപദേശക സമിതി ചെയർമാൻ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ആ നിലക്ക് നിങ്ങൾ അവകാശപ്പെടുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അദ്ദേഹത്തോട് ഒരു ചോദ്യകർത്താവ് ചോദിക്കുന്നത്, ഞാൻ അറബി വായിക്കുന്നില്ല, എന്റെ നാട്ടിൽ, ഞാൻ ഈ നാട്ടുകാരനല്ല, അതായത് സൗദി അറേബ്യക്കാരനല്ല, അപ്പൊ വേറെ നാട്ടിലുള്ള എന്റെ ഒരു വല്യമ്മ മരിച്ചുപോയി. വല്യമ്മ എന്ന് പറഞ്ഞാൽ പടുകിഴവിയാണ്, ജാഹിലത്താണ്, അറിവില്ലാത്ത ജഹലുള്ള പെണ്ണായിരുന്നു. അങ്ങനെ ഔലിയാക്കന്മാർക്ക് വേണ്ടി അറിവ് നടത്തുകയും അവരുടെ പേരിൽ സത്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വല്യമ്മയാണ് എന്റെ മരിച്ചുപോയ വല്യമ്മ. ആ വല്യമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യൽ എനിക്ക് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ഫൈസൽ മുസ്ലിയാരോടും വിസ്തംകാരോടും ആണെങ്കിൽ ആവാമെന്ന് മാത്രമല്ല ആകണം എന്നാണ് നമ്മുടെ മറുപടി എന്ന് പറയും. പക്ഷേ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ മറുപടി ഇല്ല, പാടില്ല. കണ്ടോ, ഇവിടെ വയസ്സെത്തിയ പെണ്ണാണ്, പഠിക്കാനൊന്നും സാക്ഷരതന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നാട്ടിൽ കുറെ മുസ്ലിയാക്കന്മാരുണ്ട്, പിന്നെ ജഹലുണ്ട്, അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നല്ല ഷെയ്ഖ് ഫൗസാന്റെ മറുപടി. ഇല്ല, പാടില്ല. ആ വല്യമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഹാദിഹി തുആമലു മുആമലത്തൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോടുള്ള നിലപാടും നടപടിക്രമങ്ങളും എന്താണോ അതേ നിലപാടാണ് ഈ വല്യമ്മയോട് കാണിക്കേണ്ടത്. ധാരാളം ചൊല്ലിയിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പൊൽക്കുന്നുണ്ട്, ഹജ്ജിന് പോയിട്ടില്ല പറ്റാത്തത് കൊണ്ട്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ എന്താ പറയാ? ആകണം. ഇവിടെ ഷെയ്ഖ് പറയുന്നത് മുശ്രിക്കുകളുടെ നിലപാടാണ് ഈ വല്യമ്മയോട് സ്വീകരിക്കേണ്ടത്. കാരണം എന്താ? മുശ്രിഖ് എന്ന കൂട്ടത്തിൽ മെമ്പറായതുകൊണ്ടല്ല, അന്നഹ മാത്തത്ത് അല ഷിർക്കി. കണ്ടോ, ഷിർക്കിൽ മരിച്ചുപോയി എന്നതുകൊണ്ട്. എന്നിട്ട് പിന്നെ അവസാനം വീണ്ടും പറയുന്നു, അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാനോ വലാ യുസ്തഗ്ഫറു ലഹാ, അവൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാനോ പാടില്ല എന്ന് വളരെ വ്യക്തമായി ഈ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമാണ്. വീണ്ടും അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആറാമത്തേത് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ തന്നെ കിതാബു തൗഹീദിന്റെ ഷർഹിലുള്ള ഫത്വകളിൽ നിന്ന് ആണ്. യൂട്യൂബിലും ഇത് കാണാം. മൗഖിഉ അഥരിൽ ഹദീസ് എന്ന് പറയുന്ന സൈറ്റിൽ യൂട്യൂബിൽ ഈ ചോദ്യവും മറുപടിയും കാണാൻ സാധിക്കും. അവിടെയുള്ള ചോദ്യം, ഷിർക്കിൽപ്പെട്ട ചില കാര്യങ്ങൾ, ഏതുപോലെ ജിന്നുകൾക്ക് വേണ്ടി അറിവ് നടത്തുക എന്നതുപോലുള്ള ഷിർക്കിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്ത് മരിച്ചുപോയ ഒരാളുടെ വിധി എന്താണ്? അയാളാ സംഗതി ചെയ്തത് വലാക്കിനാല ത്വരീഖിൽ ജഹിൽ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. ഇത് തെറ്റാണെന്നൊരറിവില്ല. ആ ആൾക്ക് വഹൽ യുഅ്ദറു അഹദും ബിൽ ജഹിൽ, ഇങ്ങനെയുള്ള ഒരാൾക്ക് അറിവില്ലായ്മയുടെ ഒഴികഴിവ് നൽകപ്പെടാമോ? അത് വിവരമില്ലാത്തോണ്ട് ചെയ്തതാണ്, അറിയാത്തോണ്ട് ചെയ്തതാണ്, ബോധ്യപ്പെടാത്തോണ്ട് ചെയ്തതാണ്. അപ്പോ അയാൾ നമുക്ക് മുസ്ലിമായി പരിഗണിക്കാം, അല്ലെങ്കിൽ പൊതുമുസ്ലിമായി കൂട്ടാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. പറ്റുമെന്നാ ചോദ്യം. വൈദാ ഹസല മിൻ ദാലിക ഹൽ യുസല്ല അലൈഹി അം ലാ, അങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ ഈ അവസ്ഥയിൽ അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പറ്റുമോ, അതല്ല പാടില്ലയോ? ഷെയ്ഖ് നൽകുന്ന മറുപടി, വലിയ ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഇനം ചെയ്തവൻ, ഇതുപോലെ ഷെയ്ഖ് പറയാൻ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, ഇങ്ങനെ ഏതെങ്കിലും, എല്ലാം കൂടി ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ അവരെക്കുറിച്ച് വിധിക്കപ്പെടുക അവൻ ശിർക്ക് ചെയ്തവനാണ്, മുശ്രിക്കാണ് എന്നാകുന്നു. ഇവിടെ എല്ലാ മുജാഹിദീങ്ങളും വിസ്തംകാരും കേനമുകാരും മർക്കസ് ദഅവക്കാരും ഇനി സലഫികൾ എന്ന് പറയുന്ന ചില ഡ്യൂപ്ലിക്കേറ്റ് കള്ള സലഫികളും പറയുന്നത് എന്താ? അവരുടെ ന്യായം മുശ്രിക്ക് എന്ന് പറയാൻ പാടില്ല, അയാളിൽ ശിർക്കുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പൊ അയാളിൽ എന്താണുള്ളത് ആ പ്രവൃത്തി പറയാം, പ്രവൃത്തി അനുസരിച്ചൊരു വിശേഷണം അയാൾക്ക് പറയാൻ പാടില്ല. ഏതുപോലെ ഇപ്പൊ കള്ളു കുടിക്കുന്ന ഒരാളെ കുറിച്ച് അയാളിൽ കള്ളുകുടിയുണ്ട്, ഇയാളിൽ വ്യഭിചാരമുണ്ട്, അയാളിൽ മോഷണമെന്ന സ്വഭാവമുണ്ട് എന്ന് പറയാം. അയാളെ കള്ളുകുടിയനെന്നോ മറ്റവനെ വ്യഭിചാരിയെന്നോ മൂന്നാമത്തവനെ കള്ളനെന്നോ പറയാൻ പറ്റൂല. അതുപോലെ ശിർക്ക് ചെയ്യുന്ന ആളെക്കുറിച്ച് അയാളിൽ ശിർക്കുണ്ട്, ഇയാളിൽ കുഫറുണ്ട് എന്ന് പറയാം. അയാൾ മുശ്രിക്കാണെന്നോ അയാൾ കാഫറാണെന്നോ പറയാൻ പാടില്ല. ഇതാണ് ഇന്നിപ്പോ പുതിയ സൂപ്പറുകളുടെ നിലപാട്. എന്നാൽ ഇവിടെ ശൈഖ് പറയണ എന്താ? യുഹ്കമു അലൈഹി ബി അന്നഹു മുശ്രിക്, എല്ലാതരം ശിർക്കും ചെയ്യുന്നില്ല, ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു കാര്യം ചെയ്ത ആൾ, അയാളെക്കുറിച്ച് വിധിക്കപ്പെടുക അയാൾ ശിർക്ക് ചെയ്തവനാണ് എന്നാണ്, അയാളിൽ ശിർക്കുണ്ട് എന്നല്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാളോട് പെരുമാറേണ്ടത് മുശ്രിക്കുകൾ മരിച്ചാൽ എന്ത് നിലപാടാണോ അതാണ്, മുആമലത്തുൽ മുശ്രിക്കീനാണ്. അയാളെ കുളിപ്പിക്കാനോ, എന്നാൽ മരിച്ചതിന് ശേഷമുള്ള കുളിപ്പിക്കേണ്ടതോ, കഫൻ ചെയ്യേണ്ടതോ, അയാൾക്ക് വേണ്ടി നമസ്കരിക്കേണ്ടതോ, മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ അയാളെ മറവ് ചെയ്യപ്പെടേണ്ടതോ പാടില്ലാത്തതാകുന്നു. വീണ്ടും പറയാണ്, മുശ്രിക്കുകളുടെ നിലപാടാണ് സ്വീകരിക്കേണ്ടത്.
ഇനി അയാൾ ജാഹിലാണെങ്കിൽ വിവരമില്ലായിട്ടല്ലേ, കുറെ മുസ്ലിയാക്കന്മാരെ വയൽ കേട്ട് പറ്റിപ്പോയതല്ലേ, അറിവില്ലാത്തത് കൊണ്ടല്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് വെച്ച് നമുക്കൊന്ന് പോയി നിസ്കരിച്ചു കൊടുക്കുക പറ്റൂല. ഇൻകാന ജാഹിലൻ ഫഅംറുഹു ഇലല്ലാഹ് ഹുവല്ലദീ യതവല്ല. ജഹലിലാണ്, ജഹാലത്തിലാണ് മരിച്ചു പോയത് എങ്കിൽ നിങ്ങൾ ന്യായീകരിക്കേണ്ട. ഓന്റെ കാര്യം അള്ളാഹു തീരുമാനിച്ചുകൊള്ളും, അവന്റെ കാര്യം അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹുവിലേക്ക് വിട്ടേക്കുക. അപ്പൊ നമ്മളോ ലാകിൻ നഹ്നു നുആമിലുഹു ബിമാ ലഹറ മിൻഹു. ഈ മരിച്ച ആളിൽ നിന്ന് നമ്മൾ ലാഹിറായി കണ്ടത് ഏത് വിശ്വാസമാണോ, ഏത് പ്രവൃത്തിയാണോ, ഏത് നിലപാടാണോ, ഏത് അവസ്ഥയാണോ, ആ അവസ്ഥയനുസരിച്ച് അവനോട് നമ്മൾ പെരുമാറണം. അപ്പൊ ശിർക്ക് ചെയ്ത് മങ്കൂസ് മൗലൂദ് ഓതി ശിർക്ക് ചെയ്യുന്ന, ജാരത്തിൽ പോകുന്ന, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളെ നമ്മൾ കണ്ടത് ആ ഒരു ശിർക്കിന്റെ അവസ്ഥയിലാണ്. അപ്പൊ അയാളെ ന്യായീകരിച്ച് നന്നാക്കാൻ നിൽക്കണ്ട, അള്ളാഹുവിലേക്ക് വിട്ടേക്കൂ. അയാളിൽ നിന്ന് എന്ത് പ്രകടമായതനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കണം. കാരണം അവൻ ശിർക്കിലായിരുന്നു. അപ്പൊ അവനെ മുശ്രിക്കായി പരിഗണിച്ച് അവരോടുള്ള നിലപാടെന്തോ അതാണ് സ്വീകരിക്കേണ്ടത്. വബിമാ ഹസല മിൻഹു, അയാളിൽ നിന്നുണ്ടായ കാര്യം എന്താണോ അത് പരിഗണിച്ചുകൊണ്ടു. ഉണ്ടായ കാര്യം എന്താ? വഹുവ ശിർക്കു, അത് ശിർക്കാകുന്നു. ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. ഒളിഞ്ഞ കാര്യങ്ങളും അവ്യക്തമായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾ വിധിക്കുക ലവാഹിർ, പ്രത്യക്ഷമായ കാര്യങ്ങളനുസരിച്ചാണ്. ഇത് നബിന്റെ ഹദീസ് പറഞ്ഞതാണ്. പ്രകടമായി കാണുന്നതെന്തോ അതനുസരിച്ച് നമുക്ക് വിധിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ ഹൃദയത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വല്ലതും നിങ്ങൾക്ക് വിധിച്ചു തന്നാൽ അത് എനിക്ക് ലാഹിറല്ലാത്ത കാര്യത്തിന് കൊണ്ട് വിധിക്കാൻ കഴിയില്ല. ഇത് നബി പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെന്താ ലാഹിർ എന്താണോ അതാണ് വിധിക്കേണ്ടത്. അയാൾ ഉള്ളിൽ എന്തുണ്ട് എന്ന് നമുക്കറിയില്ല. പുറത്ത് കാണുന്നത് ശിർക്കാണ്. അപ്പൊ ആ ശിർക്കിന്റെ വിധിയാണ് അയാൾക്കുള്ളത്. വമൻ ഫമൻ ത്വഅത അശ്ശിർക, ആരെങ്കിലും ശിർക്ക് ചെയ്യുകയോ വലിയ ശിർക്ക് പ്രവർത്തിക്കുകയോ ചെയ്താൽ ഹകംനാ അലൈഹി ബിശ്ശിർക്കി, അവന്റെ മേൽ ശിർക്ക് നമ്മൾ വിധിക്കും. അവനിൽ ശിർക്കുണ്ട് എന്ന് പറയും, മുശ്രിക്കാണെന്ന് പറയുന്നു. മോള് പറഞ്ഞു വആമൽനാഹു മുആമലത്തൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ നിലപാട് അവനോട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും. ഏഴാമത്തത് ഷെയ്ഖ് ഫൗസാന്റെ തന്നെ മൂന്നാമത്തെ ഒരു മറുപടിയാണ്. യൂട്യൂബിൽ മാ ഹുക്മുൽ ഇസ്തിഗ്ഫാരി ലിമൻ മാത മിനൽ മുസ്ലിമീന വഖദ് വഖഅ ഫി ശിർക്ക്, ശിർക്കിൽ അകപ്പെട്ട അങ്ങനെ മുസ്ലിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി പൊറുക്കലിന് തേടുന്ന വിധി എന്താണ്? അപ്പൊ അയാൾ മുസ്ലിങ്ങൾ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളാണ്, ഒരുപക്ഷെ മുസ്ലിമാണെന്ന് വാദിച്ചവനുമാകാം, പക്ഷെ അയാൾ ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി പൊറുക്കലിന് തേടാൻ പാടുമോ എന്നൊരു ചോദ്യകർത്താവ് ചോദിക്കാൻ. നമ്മുടെ പിതാക്കന്മാരും മാതാപിതാക്കൾ, നമ്മുടെ വല്ലിപ്പമാർ, അങ്ങനെയുള്ള ആളുകൾ, ഖബറിലുള്ള ആളുകളെ ബഹുമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയവരാണ്. അവർ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലും പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെ ചില ആളുകൾ ആ അവസ്ഥയിൽ മരിച്ചുപോയിരിക്കുന്നു. അവർക്ക് വേണ്ടി നമുക്ക് പൊറുക്കലിൽ തേടാൻ പറ്റുമോ? ഫഹല്ലന അൻ നസ്തഗ്ഫിറ ലഹും. ഇത് ഫൈസൽ മുസ്ലിയാരോ വിസ്തങ്കാരോ ഗേനമുകാരോ മർക്കസ് ദഅവക്കാരോ ഇനി വ്യാജ സലഫികളോ ആണെങ്കിൽ അവരുടെ മറുപടി എന്തായിരിക്കും? പൊറുക്കലിനെ തേടാമെന്നല്ല, തേടണമെന്നാണ്. എന്നാൽ ശൈഖിന്റെ മറുപടി ഇല്ല, പാടില്ല. അല്ലദീ മാത യദ്ഉ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചുപോയ ഒരുത്തൻ, ലാ യുസ്തഗ്ഫറു ലഹു, പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചു എന്നാണ്, മരിക്കുമ്പോഴും പ്രാർത്ഥിച്ചെന്നല്ല, ആ നിലപാടിൽ ജീവിച്ച് അങ്ങനെ തന്നെ തൗഹീദിലേക്ക് തിരിച്ചു വരാതെ ആ അവസ്ഥയിൽ മരിച്ചുപോയ ഒരുത്തനാണെങ്കിൽ ലാ യുസ്തഗ്ഫറു ലഹു, അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല. കേട്ടോ? എന്നൊരു ഏതാ ആയത്താ ഓതുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യം വിശദീകരിച്ച ആയത്തുകളിൽപ്പെട്ട സൂറത്ത് തൗബയിലെ 113 ആയത്ത്. നബിക്കോ വിശ്വാസികൾക്കോ പറ്റിയ പണിയല്ല ശിർക്ക് ചെയ്യുന്ന ആളുകൾ അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ എന്ന് പറയുന്ന ആ ആയത്ത് തെളിവാക്കിക്കൊണ്ട് മരിച്ചുപോയി. എന്നൊരു ശൈഖ് പറയാൻ, അവൻ മരിച്ചത് ശിർക്കിലാണ്. കണ്ടോ? അവൻ മുശ്രിക്ക് എന്ന മെമ്പർഷിപ്പ് എടുത്ത് മരിച്ചതാണെന്നല്ല, അവൻ ശിർക്കിലാണ് മരിച്ചത്. ഉത്റുക്കൂ, പാപ്പാട്ടെ, വല്യാപ്പാകട്ടെ, ഉമ്മയാകട്ടെ, പെങ്ങളാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, ഉത്റുക്കൂ, വിട്ടേക്കൂ അവനെ. ലാ തസ്തഗ്ഫിർ ലഹു, അവന് വേണ്ടി നീ പൊറുക്കലിനെ തേടരുത്. നോക്കണം, അള്ളാഹുവിന്റെ മറുപടിയും റസൂലിന്റെ മറുപടിയും റസൂലിനോടുള്ള അള്ളാഹുവിന്റെ നിർദ്ദേശവും പണ്ഡിതന്മാരുടെ വിശദീകരണവും എന്താണ്? എന്നാൽ ഇതുപോലുള്ള മുജാഹിദീങ്ങളും കള്ളസലഫികളും നൽകുന്ന മറുപടി എന്താണ്? ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. എന്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകളോട് എനിക്ക് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഇത് ശത്രുത കൊണ്ടല്ല സംസാരിക്കുന്നത്, സ്നേഹപൂർവ്വമുള്ള സംസാരമാണ്. ഇത്തരം തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടു പോകരുത്. മൗലവിമാരും മുസ്ലിയാക്കളും ഷെയ്ഖുമാരും പറയുന്നതല്ല ദീൻ. പണ്ഡിതന്മാരിലേക്ക് മടങ്ങാനല്ല, ഖുർആനിലേക്കും സുന്നത്തിലേക്ക് മടക്കാനുമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പന. അതിനനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞാൽ സ്വീകരിക്കാം. അതല്ലാത്ത ഏത് ഹോജ പറഞ്ഞാലും ഏത് ഷെയ്ഖ് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല. പ്രമാണം എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്, അടിസ്ഥാന പ്രമാണം. ഇനിയൊരു പക്ഷേ ഇവിടെ ഫൈസൽ മുസ്ലിയാരെ പോലുള്ള ആളുകൾക്കോ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവർക്കോ വ്യാജ സലഫികൾക്കോ ഒരു ന്യായം പറഞ്ഞേക്കാം, പറഞ്ഞുകൂടായികയില്ല. ഈ പറഞ്ഞ സൂറത്ത് തൗബയിലെ 113 ആയത്ത് ആരുടെ വിഷയത്തിൽ അവതരിച്ചതാണ്? അബൂ താലിബിന്റെ വിഷയത്തിൽ. അബൂ താലിബ്
നബിയെ അംഗീകരിച്ചിട്ടില്ല. അള്ളാഹിൽ വിശ്വാസമുണ്ട്. അന്നത്തെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്ന തരത്തിലുള്ള വിശ്വാസം. എന്നാൽ നബിയിൽ വിശ്വസിച്ചിട്ടില്ല, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടില്ല, ഖുർആൻ അംഗീകരിച്ചിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരാളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്ത് എങ്ങനെയാണ് കലിമ ചൊല്ലിയ, 2 ഷഹാദത്ത് വാക്യങ്ങൾ ഉച്ചരിച്ച, നമസ്കരിക്കുന്ന, നോമ്പ് നിൽക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന, ദിക്ർ ചെല്ലുന്ന, മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് എങ്ങനെ ബാധകമാകും? ഇതെന്തിനാണ് ഓതിയത് എന്ന് എന്നോട് ചോദിച്ചാൽ മറുപടി താഴെ പറയാൻ. ഒരു മറുപടി എന്താണ്? തൊട്ടുമുകളിൽ കേട്ട ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല നൽകിയ മറുപടിയാണ്. അദ്ദേഹം ഈ ആയത്ത് തെളിവാക്കിക്കൊണ്ടാണ് ശിർക്കിൽ മരിച്ചുപോയ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തുകൊണ്ട് മരിച്ചുപോയ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല, വിട്ടേക്കു അവനെ എന്ന് പറഞ്ഞതിന് തെളിവാക്കിയത് അബൂ താലിബിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. അപ്പോ ആ ആയത്ത് അബൂ താലിബിന് മാത്രം ബാധകമല്ല. ആ അവസ്ഥയിൽ ശിർക്കിലോ കുഫ്റിലോ അകപ്പെട്ട ഒരാൾ, അയാൾ മുസ്ലിം എന്ന അവകാശപ്പെടുന്നവനാണെങ്കിൽ പോലും, കാരണം സാലിഹ് ഫൗസാനുള്ള ചോദ്യത്തിൽ മാത്തമിനൽ മുസ്ലിമീന വഖദ് വഖഅ ഫി ശിർക്കി, ശിർക്കിൽ അകപ്പെട്ട് മുസ്ലിങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളെക്കുറിച്ച്. അപ്പൊ സമസ്തക്കാരൻ മുസ്ലിമാണെന്ന് പറയുന്നു, ഖുബൂരികൾ മുസ്ലിമാണെന്ന് പറയുന്നു, തബ്ലീഗുകാരിൽ എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നു. അത് ശിർക്കുമായി നടക്കുന്ന, തൗഹീദിന് പ്രാധാന്യം കൊടുക്കാത്തൊരു ടീമാണ്. അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവർക്കെല്ലാം ഈ വിധിബാധകമാണ്. ഇതൊരു പൊതു തത്വമാണ്. ഉസൂൽ തഫ്സീറിൽ ഫൈസൽ മുസ്ലിയാർ ഇതൊക്കെ മക്കളെ പഠിപ്പിക്കുന്നുണ്ടാവും, ഹിക്കമകളെ പഠിപ്പിക്കുന്നുണ്ടാവും. ആ ഉസൂൽ തഫ്സീർ വെച്ചാൽ ഒരു കാര്യത്തിലിറങ്ങിയ വിധി അയാൾക്ക് മാത്രം ബാധകമല്ല. ആ കാരണം എവിടെയൊക്കെയുണ്ടോ ആ കാരണങ്ങളുള്ള എല്ലാ വിഷയങ്ങൾക്കും ആ വിധി ആമാകുന്നു എന്നത് തർക്കരഹിതമായ കാര്യം. ഇനി ഈ വിഷയത്തിൽ രണ്ടാമത്തെ മറുപടി ഷെയ്ഖ് സഅദി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്ത് തൗബയിലെ 113 ആയത്തിനുള്ള തഫ്സീറിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്താണ്? ഈ ആയത്ത് ആരെക്കുറിച്ചാണ്? ലിമൻ കഫറ ബിഹി, അള്ളാഹുവിൽ അവിശ്വസിച്ചവൻ. അള്ളാഹു ഉണ്ട് എന്ന് പറയുകയും, അത് അതിലുള്ള അല്ലട്ടോ, അതിന്റെ വക ഞാൻ പറയാൻ, എന്റെ വകല്ല, പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം. അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു, പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർത്തു. അവനും ആരാ? കാഫറാണ്, മുശ്രിക്കാണ്. കാഫറിൽപ്പെട്ട ഒരു ഇനമാണ് മുശ്രിക്ക്. വഅബദ മഅഹു ഗൈറഹു. കണ്ടോ, ഇവിടെ കാഫർ എന്ന് പറഞ്ഞാൽ അല്ലല്ല എന്ന് പറയണമല്ല, അള്ളാഹുൽ അവിശ്വസിക്കുന്ന അള്ളാഹു ഉണ്ട്, പക്ഷെ അള്ളാഹുൽ പങ്കു ചേർക്കുന്നു. അത് അടുത്ത ഈ വാചകത്ത് മനസ്സിലാവും. വഅബദ മഅഹു ഗൈറഹു, അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കുകയും ചെയ്തവൻ. ഇബാദത്ത് എന്താ? ദുആ നടത്തുക. അപ്പോ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്ത് ഇബാദത്തെടുത്ത് കാഫറായ ആളുകളെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത്. അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. ഈ അവസ്ഥയിൽ, അതായത് ഇങ്ങനെ ശിർക്കിലും കുഫ്റിലും അള്ളാഹു അല്ലാത്തവരോട് ദുആ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ ഉള്ള ആളുകളോട് പൊറുക്കലിനെ തേടുക എന്ന് പറയുന്നത് ഗലതുൻ ഗൈറു മുഫീദിൻ, അത് തെറ്റാകുന്നു, ഫലം ചെയ്യാത്തതാണ്. ഫൈസൽ മുസ്ലിയാർ പറയുന്നുണ്ട്, അവര് തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോക്കണങ്ങള്, ഇത് എവിടുന്ന്, ഏത് ഇസ്ലാമാണ്? ഇതെന്ത് ഗ്ലോബൽ ഇസ്ലാമാണ്? ഇതെന്ത് സലഫിയത്താണ്? സലഫിയത്ത് പോട്ടെ, മുജാഹിദുകളുടെ ആദർശമാണോ ഇത്? സൈദി എന്താ പറയണത്? ഗലത്താണ്, ഗൈറു മുഫീദ്, ഒരു ഫലം ചെയ്യല. ഫലം ചെയ്യുന്നതിലേക്കാണല്ലോ ഫൈസൽ മുസ്ലിയാർ പറയണത്. അവർ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പോലും, തൗബ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർ മരിച്ചാൽ നമുക്കങ്ങോട്ട് പ്രാർത്ഥിച്ചു കൊടുക്കാം. കാരണം ഇത് നബിക്കോ വിശ്വാസികൾക്കോ യോജിച്ചതല്ല. കാരണം ആയത്തിൽ അതല്ല പറഞ്ഞത്. ലിഅന്നഹും ഇദാ മാതു അല ശിർക്ക്, കാരണം അവർ ശിർക്കിൽ മരണപ്പെട്ടാൽ, കണ്ടോ, മുശ്രിക് എന്ന ലേബൽ ഒട്ടിച്ച് മരിച്ചാൽ എന്നല്ല, ശിർക്കിൽ മരണപ്പെട്ടാൽ, ഔ ഉലിമ അന്നഹും യമൂതൂന അലൈഹി, അതല്ല അവർ ശിർക്കിലായിക്കൊണ്ടാണ് മരിച്ചത് എന്ന് അറിയപ്പെട്ടാൽ, സമസ്ത ഉണ്ടാക്കിയനെന്തിനാ? ശിർക്ക് സ്ഥാപിക്കാനാണ്, തൗഹീദ് പൊളിക്കാനാണ്, മാല മൗലൂദുകൾ നിലനിർത്താനാണ്, തരീഖത്തുകളുടെ വിശ്വാസം സ്വീകരിക്കാനാണ്. സലഫി പ്രസ്ഥാനത്തെയും മുജാഹിദ് പ്രസ്ഥാനത്തെയും എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടാക്കിയത് എന്ന് ഫൈസൽ മുസ്ലിയാർ എന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ പല മുജാഹിദീങ്ങളും ഇത് പറയാറുണ്ട്. അപ്പോ ആ ഒരവസ്ഥയിൽ മരിച്ചുപോയി എന്ന് അറിഞ്ഞാൽ ഫഖദ് ഹഖ്ഖത് അലൈഹിം കലിമത്തുൽ അദാബ്, അത്തരം അങ്ങനെ മരിച്ചുപോകുന്ന ആളുകളുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ വചനം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ശിക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷ യാഥാർത്ഥ്യമായി കഴിഞ്ഞ ഒരാൾക്ക് പിന്നെന്താ പുറത്തെത്തുന്നത്? വജബ അലൈഹിമുൽ ഖുലൂദു ഫിന്നാർ, അവർ നരകത്തിൽ ശാശ്വതരാണ് എന്നത് അനിവാര്യമായി തീരുകയും ചെയ്തിരിക്കുന്നു. വലം തംഫഅലഹും ശഫാഅത്തു ശാഫിഈൻ, പിന്നെ അങ്ങനെ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടി ശുപാർശ നടത്തുന്നവരുടെ ശുപാർശ അവരുടെ കാര്യത്തിൽ ഉപകാരം ചെയ്യുകയില്ല. അപ്പോൾ അവിടെ മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? മരിച്ച ആൾക്ക് വേണ്ടിയുള്ള ശഫാഅത്താണ് വിശ്വാസികളുടെ. കാരണം അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടലാണ്, അതൊരു ശഫാഅത്താണ്. ഖബറിനടുക്കൽ നിന്നൊരു തസ്ബീത്ത് ചെല്ലൽ, അതവർക്ക് വേണ്ടിയുള്ള ശഫാഅത്താണ്. അല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ, അതൊരു ശഫാഅത്താണ്. ഉണ്ടാവും, ഇതൊക്കെ ശഫാഅത്താണ്. ഈ ശഫാഅത്തൊന്നും തന്നെ ഉപകാരം ചെയ്യൂല. വലസ്തിഗ്ഫാറുൽ മുസ്തഗ്ഫിരീൻ, പൊറുക്കലിനെ തേടുന്നവരുടെ ഒരു പൊറുക്കലിനെ തേടലും ഉപകാരം ചെയ്യുകയില്ല. ഇനി ഒറ്റൊന്നുകൂടി പറഞ്ഞ വിഷയം അവസാനിപ്പിക്കാം. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയിൽ കിബാറിൽപ്പെട്ട ആളായിരുന്ന, ഡോക്ടറേറ്റ് ഒക്കെ നേടിയ, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള
ഹിജ്റ 1430 അതായത് 18 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഷെയ്ഖ് അബ്ദുള്ള അൽ ജിബ്രീൻ അദ്ദേഹത്തിന്റെ ഇഅ്തിഖാദു അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു ചോദ്യവും ഒരു മറുപടിയും. ഹൽ യജൂസു ലിൽ മർഇ അൻ യദ്ഉ ലി ഖരീബിൻ ലഹു മാത വഹു യദ്ഉൽ അംവാത വയതൂഫ് ബിൽ ഖുബൂർ, മരിച്ചവരോട് പ്രാർത്ഥിക്കുകയും ഖബറുകൾക്ക് തവാഫ് നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിൽ മരിച്ചുപോയ അടുത്ത ഒരു ബന്ധുവിന് വേണ്ടി പ്രാർത്ഥിക്കൽ ഒരാൾക്ക് അനുവദനീയമാണോ? മറുപടി, അവന്റെ കാര്യം അല്ലാഹുവിലേക്ക് വിട്ടേക്കുക. ഈ അവസ്ഥയിലാണ് അവൻ മരിച്ചത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, വലൗ ഖാന ജാഹിലൻ, അവൻ ഇക്കാര്യം അറിയാത്തവനായി, വിവരണ്ടായിട്ട് ചെയ്തതല്ല, വിവരല്ല, ശിർക്കാണ് എന്ന് വിവരല്ല, അങ്ങനെ ആ ഒരു ജഹാലത്തിലാണ് മരിച്ചുപോയത് എങ്കിൽ പോലും അങ്ങനെ മരിച്ച ആൾക്ക് വേണ്ടി അവരുടെ കാര്യം അല്ലാഹുവിലേക്ക് വിട്ടേക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നതിനെ വിലക്കിയിട്ടുണ്ടല്ലോ. കാരണം തൗബയിലെ 13-ാമത്തെ ആയത്ത്, അത് ശേഷായത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഒരു സംശയവുമില്ല, ഇക്കൂട്ടർ യുഅ്തബറൂന മുശ്രിക്കീന, അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ടാണ് പരിഗണിക്കപ്പെടേണ്ടത്. മുശ്രിക്ക് എന്നതിന് അറബി പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കല്. മുശ്രിക്ക് അപ്പം വിചാരിക്കുക ഒരു പ്രത്യേക ടീമാണ്. അതിന്റെ മലയാളം എന്താ? മുശ്രിക്ക് എന്നാണ് ശിർക്ക് ചെയ്യുന്നവൻ. അപ്പൊ ശിർക്ക് ചെയ്തവരായാണ് അവരെ പരിഗണിക്കേണ്ടത്. അവിടെ നിങ്ങൾ മുശ്രിക്ക് എന്ന് അറബി പറഞ്ഞാലും ശരി, മലയാളത്തിൽ പറഞ്ഞാലും ശരി. ലിഅന്നഹും മാതു വഹും അല ശിർക്കി, കാരണം അവർ ശിർക്കിലായി മരിച്ചുപോയവരാകുന്നു. ഫലാ യജൂസു അൻ യുസ്തഗ്ഫറ ലഹും, അതുകൊണ്ട് തന്നെ ശിർക്കിൽ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ അനുവദനീയമാവുകയില്ല. ലിഖൗലിഹി തആല, അല്ലാഹുവിന്റെ ആയത്ത് വന്നതിനാൽ, വാക്ക് കാരണത്താൽ. ഏതാ ആയത്ത്? സൂറത്ത് തൗബയിലെ 113-ാമത്തെ ആയത്ത് മുകളിൽ പറഞ്ഞ നബിക്കോ സത്യവിശ്വാസികൾക്കോ ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടൽ അനുവദനീയമല്ല എന്ന് പറയുന്ന ആ ആയത്ത് മുഴുവൻ തൽക്കാലം ഇവിടെ നിർത്താൻ. ഇത് ഫൈസൽ മുസ്ലിയാരുടെ 3 മിനിറ്റ് വരുന്ന സംസാരത്തിലെ മറുപടിയിലെ ആദ്യത്തെ ഒരു വാചകത്തിനുള്ള മറുപടികളാണ് ആയത്തുകളും ഹദീസുകളും പണ്ഡിതന്മാരുടെ ഫത്വകളും തഫ്സീറുകളും ഉദ്ധരിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു അവ്യക്തതക്കും ഇവിടെ വകുപ്പില്ല. ഇനി ഇതിനങ്ങോട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ വരിക്കുമുള്ള മറുപടികൾ ഇതിന് ശേഷം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.